വാർത്തകളിലേക്ക്. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഡൽഹിയിൽ ഇന്ന് നിർണായക യോഗം നടക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, സംസ്ഥാനങ്ങളിലെയും ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരാണ് പങ്കെടുക്കുന്നത്. സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തും. വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ചർച്ചയാകും. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, നമുക്കറിയാം ഈ രാജ്യവ്യാപകമായി കേരളത്തിലടക്കം ബീഹാറിലാണ് തുടങ്ങിയത്, പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ്, അർഹരായ ആളുകളെയൊക്കെ വെട്ടിമാറ്റുന്നത് ഉൾപ്പെടെയുള്ള പരാതികളാണ്. ആ ഈ ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു യോഗം വിളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഈ പരാതികളടക്കം ചർച്ചയാകുമായിരിക്കും. ഒരുപക്ഷെ കൂടുതൽ പരിഷ്കരണങ്ങളിലേക്കൊക്കെ യോഗത്തിന് ശേഷം കടക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ടോ? ജിൽസി, ബീഹാറിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളും നേരത്തെ തന്നെ ചേർന്നിരുന്നു. ഇതിന്റെ ഒരു പിന്നോക്കം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബാക്കിയായിട്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് ഈ യോഗം ആരംഭിക്കുക. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് നിർബന്ധമായി തന്നെ ഈ യോഗങ്ങളിൽ പങ്കെടുക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഡൽഹിയിലേക്ക് എത്തി എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. പ്രധാനമായും രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ ഈ SIRനെതിരെ വലിയ രീതിയിലുള്ള അതിർത്തിയും അതുപോലെ തന്നെ എതിർപ്പും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാര്യത്തിലെല്ലാം കൃത്യമായ ഒരു ചർച്ചകൾ ഇന്ന് നടക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ SIR നീട്ടിവെക്കണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തയച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് നടക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. കാരണം കേരളം അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പേ തന്നെ ഈ SIR നടപ്പാക്കണമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് പല സംസ്ഥാനങ്ങളും അറിയിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതുപോലെ തന്നെ ഉടൻ തന്നെ SIR നടപ്പാക്കണമോ എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായ ചർച്ചകളും അതുപോലെ തന്നെ കൂടിയാലോചനകളും നടക്കുമെന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ബീഹാറിലെ SIR നടന്നതിന് പിന്നാലെ വലിയ വിമർശനമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നടക്കം ഉയർന്നത്. ഏകദേശം 47 ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കഴിഞ്ഞതോടെ ബീഹാറിൽ ഉണ്ടായത്. 2025 ജൂലൈയിൽ 7,89,00,000 വോട്ടർമാരുണ്ടായിരുന്നിടത്ത് നിന്ന് 7,42,00,000 വോട്ടർമാരായി കുറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വോട്ടർമാരെ വെട്ടിക്കുറയ്ക്കുക അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് അനുഭവമായുള്ള തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് വിമർശനമുള്ളത്. ഈ വിമർശനങ്ങളെ എങ്ങനെ മറികടക്കണം, അതുപോലെ തന്നെ എങ്ങനെയാണ് സുഗമമായി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മറ്റ് സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ